ഗൈസ് ഇനി അടുത്ത് ഈ കാണുന്ന ഗിഫ്റ്റ് ആർക്കാ കിട്ടാൻ പോണ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചേട്ടന്മാരെ ഇപ്പം ഉണ്ട്. ചേട്ടാ ഒരു ചോദ്യം ചോദിച്ച് ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കിടുക്കം പ്രൊഡക്റ്റ് ചേട്ടന് സ്വന്തം. എന്റെ പൊന്നുപോനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം പറയാനും പറ്റിയ ആളല്ല. ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തോ? ചോദിച്ചോട്ടെ. മുരളി സാറിനാണ് പറഞ്ഞു നമ്മ എല്ലാവരും കരുതി വളരെ ദുർബലമായ പൊതുവരോ ഞങ്ങൾക്ക് എളുപ്പ ജോലി ട്രൈ ചെയ്ത് നോക്ക്. ചോദ്യമാണോ? ആ എന്നാലും അങ്ങനെ പറയാം. ചോദ്യത്തിന്റെ ആള് ഇയാളാണ്. ഞാൻ ചോദ്യത്തിന്റെ ആളല്ല ഉത്തരത്തിന്റെ ആളല്ല. ഈ ലോകത്ത് ഒറ്റ രാജ്യമുള്ള ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയ. കറക്റ്റ്. ഉറപ്പാണോ? സമ്മതിച്ചാ? കറക്റ്റ്. പിന്നെ എന്താ പേടിക്കാന്നുള്ളത്? കറക്റ്റ് ജയിച്ച് അല്ലേ? ഒറ്റ ചോദ്യം ചോദിച്ചപ്പോ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ് നമ്മളല്ലാതെ. ഒരു കക്ഷി വന്ന് ടി വി റിപ്പോർട്ടർമാര് വന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഒരു കണക്കിനാണ് അവരെ പറഞ്ഞു വിട്ടത്. അതുപോലെ നമ്മളെപ്പോഴും ചോദ്യമല്ലേ ചോദിച്ചേ? പാടുന്നുണ്ടായില്ലല്ലോ. അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ ചോദ്യം ചോദിക്കുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കുള്ളൂ അല്ലേ? നിങ്ങൾ എന്തിന്റെ ഭാഗമായിട്ട്? നമ്മളൊരു യൂട്യൂബ് ചാനലിന്റെ ഭാഗമായിട്ട് വന്നത്. അപ്പൊ ഈ കാണുന്ന ഗിഫ്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കണം നമ്മുടെ സ്വന്തം പാലാട്ടത്തുള്ള ഈ പാലാട്ടം ബാക്കി നമ്മുടെ ടാക്സി സ്റ്റാൻഡ് നേരെ ബാക്കി കാണുന്നത് വി മാച്ച് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അവിടെ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ ആയാലും നിങ്ങൾക്ക് ലേഡീസ് ഐറ്റംസ് ആയാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും അവിടെ ചെന്നാൽ മതി. നല്ല രീതിയിൽ കാര്യങ്ങൾ ഓഫർ ആയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ പോവാണെങ്കിൽ നമുക്ക് വി മാച്ച് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിങ്ങൾ കയറാം. അവിടെ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം? ഷോപ്പിന്റെ പേരെന്താ? വി മാച്ച്. ഈ കണ്ട വി മാച്ച് ഉണ്ടാവും. എല്ലാ ഇതിന്റെ അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ എല്ലാം ഇതിലുണ്ട് കേട്ടോ. ഒന്ന് എഴുന്നേറ്റിക്കോ കേട്ടോ. ഒന്ന് എഴുന്നേറ്റിക്കോ. വാ എഴുന്നേറ്റിക്ക്. അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ചോദ്യം ചോദിച്ചപ്പോ ഇതിന് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കുറച്ച് പേടി അറിയാനൊക്കെ ഉണ്ടായല്ലേ? നമ്മള് കുസൃതി ചോദ്യം ചോദിക്കാതെ നമ്മളെ എല്ലാവർക്കും കിട്ടുന്നത് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. ചേട്ടൻ ആദ്യം തന്നെ ആൻസർ കറക്റ്റ് ആക്കി. എല്ലാവരും കറക്റ്റ് ആക്കിയില്ലേ? അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ്. ചേട്ടൻ എങ്ങനെയുണ്ടായി? പാടൊന്നുണ്ടായില്ലല്ലോ. എല്ലാവർക്കും സിമ്പിൾ ആയിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ചേട്ടന് ഗിഫ്റ്റ് ചേട്ടന് ഞങ്ങൾ തരികയാണ്. ഹാപ്പി അല്ലേ? ഓക്കെ. ഇനി അടുത്ത വരവിന് എല്ലാവർക്കും ടാറ്റാ. അപ്പൊ എങ്ങനെ ഉണ്ടായി ജസ്റ്റ് ഒന്ന് അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യും.